പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ TJ's വെഹിക്കിൾ പോയിന്റിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ TJ തങ്കച്ചൻ, റിട്ടയർഡ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. ഈ മെയ് 31 വരെ ലോക്ക്ഡൗൺ നീട്ടിയിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. എന്നിരുന്നാലും കേരള സർക്കാർ വാഹന ഗതാഗതം ചില നിബന്ധനകൾക്ക് വിധേയമായി പുനരാരംഭിക്കാനായിട്ട് അനുമതി നൽകുകയാണ്. കേരളത്തിനകത്തും സംസ്ഥാനത്തിന് പുറത്തേക്കും യാത്ര പോകുന്ന ഡ്രൈവർമാരും യാത്രക്കാരും പാലിക്കേണ്ട ചില മുൻകരുതലുകളെ കുറിച്ചാണ് ഈ വീഡിയോ. ഇത് കേരളത്തിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ടാക്സി വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർക്കായി പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുള്ള ചില മുൻകരുതലുകളാണ്. ഇത് എൻ്റെ വാഹനം ഓടിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾക്കും യാത്ര പോകാൻ ആഗ്രഹിക്കുന്ന യാത്രക്കാരായ പൊതുജനങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ സമർപ്പിക്കുന്നത്. ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി ഞാൻ പറയാൻ പോകുന്നവയാണ്. ഒന്നാമതായി, ഈ ഡ്രൈവർ വാഹനം യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഡ്രൈവർ ഒരു ഡയറി സൂക്ഷിക്കുക എന്നുള്ളതാണ്. ആ യാത്രാ ദിവസം മുതൽ അടുത്ത 28 ദിവസം വരെ കൃത്യമായി അവരുടെ യാത്രാ വിവരങ്ങൾ ഈ ഡയറിയിൽ എഴുതി സൂക്ഷിച്ചിരിക്കണം. ഈ മുൻസീറ്റിൽ ഡ്രൈവർ മാത്രം, സൈഡിലുള്ള ആ സീറ്റിൽ ഒരു കാരണവശാലും യാത്രക്കാരെ കയറ്റാനായിട്ട് പാടില്ല. വാഹനത്തിൻ്റെ മുൻസീറ്റുകളും പിൻസീറ്റുകളും തമ്മിൽ ഒരു പോളിത്തീൻ ഷീറ്റ് കൊണ്ട് ഒരു ക്യാബിൻ സെപ്പറേഷൻ, ഡ്രൈവറെയും പുറകിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെയും കൂടി തിരിച്ചുകൊണ്ട് പോളിത്തീൻ ഷീറ്റ് കൊണ്ട്, അത് പരസ്പരം അവർക്ക് കാണാൻ സാധിക്കും. ആ പോളിത്തീൻ ഷീറ്റ് കൊണ്ടായതുകൊണ്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു ക്യാബിൻ സെപ്പറേഷൻ, ഒരു മറ ആ വാഹനത്തിൽ ഉണ്ടായിരിക്കണം എന്ന് ഈ നിബന്ധനയിൽ പറയുന്നുണ്ട്. ഇനി വാഹനയാത്രയ്ക്ക് മുൻപും പിൻപും ഫയർഫോഴ്സിന്റെ സഹായത്തോടെ എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ആ ഡ്രൈവറുടെ ഉത്തരവാദിത്തമാണ്. ആ വാഹനം നിർബന്ധമായും അണുവിമുക്തം ആക്കണം. കൂടാതെ ഡ്രൈവർമാർ നിർബന്ധമായും ഗ്ലൗസും മാസ്കും ധരിച്ചിരിക്കണം. AC-യുടെ ഉപയോഗം പരമാവധി ഒഴിവാക്കുക. യാത്രക്കാര് മാസ്ക് ശരിയായ വിധം മൂക്ക് മറയത്തക്ക വിധം ധരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. അതും ഡ്രൈവറുടെ ഉത്തരവാദിത്വമാണ്. ഡ്രൈവർമാർ ഇടയ്ക്കിടയ്ക്ക് ഈ സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് കൈ വൃത്തിയാക്കിക്കൊണ്ട് ഇരിക്കണം. ഈ യാത്രക്കാരും ഡ്രൈവർമാരും കൂടുതലായിട്ട് തൊടുന്ന ഭാഗങ്ങളാണ് ഡോർ ഹാൻഡിൽ, ആ ഡോറിൻ്റെ ഭാഗങ്ങൾ, സ്റ്റിയറിംഗ് വീല്, ഇവയെല്ലാം സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് അണുവിമുക്തമാക്കണം എന്ന് നിബന്ധനയിൽ പ്രത്യേകം പറയുന്നു. ഇനി ഒരു കാരണവശാലും ഈ രാജ്യം, മതം, ജാതി ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് ഒരു കാരണവശാലും ഒരു യാത്രയും നിഷേധിക്കാൻ പാടില്ല. അത് നിയമപരമായിട്ട് അത് കുറ്റകരമാണ്. നടപടികൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അതുകൂടാതെ അധികാരികൾ നിശ്ചയിച്ച സ്ഥലങ്ങളിലല്ലാതെ യാത്രക്കാരെ ഇറങ്ങാൻ അനുവദിക്കരുത്. യാത്ര പോകുന്ന സമയത്ത് ഞാനിവിടെ ഇറങ്ങിക്കോളാം എന്ന് പറയാനായിട്ട് പാടില്ല. പ്രത്യേകിച്ചും നിശ്ചയിച്ച സ്ഥലങ്ങൾ, അത് നിശ്ചയിക്കുന്നതിന് കാരണം ഉണ്ടാകും. അവരുടെ ക്വാറന്റൈനോ അതുപോലുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടിയായിരിക്കാം അവരങ്ങനെ നിശ്ചയിച്ചിട്ടുള്ളത്. അതും ഈ ഡ്രൈവറുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ യാത്രക്കിടയിൽ എന്തെങ്കിലും അപകടങ്ങൾ, അത്യാഹിതങ്ങൾ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആ ബന്ധപ്പെട്ട യാത്ര തുടങ്ങുന്നതിന് മുമ്പ് അതിനെ ചുമതലപ്പെടുത്തുന്ന ബന്ധപ്പെട്ട അധികാരികളെ അത് അറിയിക്കുകയും അവർ നിശ്ചയിച്ചു തരുന്ന സ്ഥലങ്ങളിലേക്ക് മാത്രം ഈ യാത്രക്കാരെ എത്തിക്കാനുമുള്ള ഉത്തരവാദിത്വം ഈ ഡ്രൈവർക്കുണ്ട്. ഇനി യാത്രക്കാർ ഛർദ്ദിക്കാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് കടലാസ് കൊണ്ടുള്ള കൂടുകൾ, ഡിസ്പോസിബിൾ പേപ്പർ കൂടുകൾ ഒരു 5-6 എണ്ണവും, അതുകൂടാതെ 2-3 കുപ്പി വെള്ളവും ഈ വാഹനത്തിൽ കരുതേണ്ടതാണ്. ഇനി ഡ്രൈവർമാരുടെ ഒരു ആഹാര രീതിയെക്കുറിച്ചും അവർ പറയുന്നുണ്ട്. അവരുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതും സസ്യാഹാരം മാത്രം കഴിക്കുക, ധാരാളം ശുദ്ധജലം കുടിക്കുക, കഴിയുന്നതും കൃത്യമായി ഉറങ്ങാനായിട്ട് ശ്രമിക്കുക എന്നും നിർദ്ദേശമുണ്ട്. ഇനി മൊബൈൽ ഫോണ് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അതും സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് അണുവിമുക്തമാക്കണം. അതുപോലെ വാച്ച്, ബെൽറ്റ് ഇതുപോലെയുള്ള സാധനങ്ങൾ കഴിവതും ഒഴിവാക്കാനാണ് നിർദ്ദേശം. ഇനി വീടുകളിൽ തിരിച്ചെത്തുമ്പോൾ ഈ ഡ്രൈവർമാർ ഒരു പ്രത്യേക മുറി ഉപയോഗിക്കണം. പല സ്ഥലത്തു നിന്നും നിങ്ങൾ വരുന്നതാണ്. ഇതിൻ്റെ രോഗാണുവിൻ്റെ ഇത് പടരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് തന്നെ ഈ സമൂഹ വ്യാപനം തടയുക എന്ന ഉദ്ദേശത്തിലാണ്. അതുകൊണ്ട് കുട്ടികൾ, മുതിർന്നവർ ഇവരിൽ നിന്നെല്ലാം അകലം പാലിക്കുക. അതുപോലെ യാത്രക്കിടയിൽ പുകവലിക്കാനോ അല്ലെങ്കിൽ മുറുക്കാനോ അതുപോലെയുള്ള ഒരു കാര്യങ്ങളും അനുവദിക്കാൻ പാടില്ല. ഇതും പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അപ്പോൾ ഇത്രയും നിർദ്ദേശങ്ങളാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും യാത്ര പോകുന്ന ഡ്രൈവർമാർക്കായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇത് പൊതുജനങ്ങൾക്കും കൂടി ബാധകമാണ്. ആരൊക്കെയാണ് എപ്പോഴാണ് യാത്ര പോകുന്നത് അറിയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പൊതുജനങ്ങളും കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വാഹന സംബന്ധമായ ഡ്രൈവർമാർക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ, അതുപോലെ യാത്രക്കാരുടെ നിർദ്ദേശങ്ങൾ, ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും എൻ്റെ ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ കമൻസ്, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇതെല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. സമൂഹ വ്യാപനം തടയാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരും ചെയ്യുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. അത്യാവശ്യം യാത്ര മാത്രം നടത്തുക. എല്ലാവർക്കും നല്ല നാളെ നേർന്നുകൊണ്ട് ഞാൻ തങ്കച്ചൻ.